ഹായ് ഹോൾ വെൽക്കം ടു ട്രൈ റൂട്ട്സ്. നമുക്ക് ഇന്നത്തെ പോലെ ഇന്നും ഗോൾഡിന്റെ അനാലിസിസ് ഒന്ന് നോക്കാം. കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ വീക്കിലി അനാലിസിസിൽ പറഞ്ഞ പോലെ മാർക്കറ്റ് വന്ന് വന്ന് മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. അത് എവിടം വരെ പോകും, എവിടെ നിന്ന് റിവേഴ്സ് വരാൻ സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ എൻട്രി പോയിന്റ് എങ്ങനെയാണെന്നെല്ലാം അറിയണമെങ്കിൽ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം. അതിനു മുന്നേ നമുക്ക് കുറച്ച് അടയാളപ്പെടുത്തലുകളുണ്ട്. വൺ ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് കുറച്ച് അടയാളപ്പെടുത്തലുകളുണ്ട്. അതിൽ ആദ്യം നമുക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ട് വരച്ചു വെക്കാം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അത് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ നമ്മൾ സപ്പോർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. വൺ ഡേ ടൈം ഫ്രെയിമിലെ സപ്പോർട്ടും ഇതിനെ റെസിസ്റ്റൻസും ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇംബാലൻസുകളുണ്ട്. കറന്റ്ലി നിൽക്കുന്ന പൊസിഷനിൽ ഒരു ഇംബാലൻസ് ആണ്. അതുപോലെ അതിന്റെ മുകളിൽ ഇംബാലൻസ് ഉണ്ട്. ഇതിൽ ഇംബാലൻസ് ആണ്, ഇതിൽ ഇംബാലൻസ് ആണ്. രണ്ടും കൂടി ചേർത്ത് വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഇത് വൺ ഡേ ടൈം ഫ്രെയിമിലുള്ളതാണ്. നമുക്കിത് ഏഹ്, ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഡേ ട്രേഡിങ്ങിൽ എവിടുന്ന് എൻട്രി എടുക്കാം എന്നുള്ളൊരു അനാലിസിസ് നടത്തേണ്ടതുണ്ട്. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്താണെന്ന് അറിയാം. ന്യൂസിലോട്ട് പോയതിനു ശേഷം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരാം. ന്യൂസിൽ ഇന്നുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂസ് കഴിഞ്ഞു. ജപ്പാൻ യെനിലായിരുന്നു. ആ ന്യൂസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഉള്ള പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ബ്രിട്ടൻ ബാങ്കുകളും യു എസ് ബാങ്കുകളും ഹോളിഡേ ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് മാർക്കറ്റിൽ ലിക്വിഡിറ്റി കുറവായിരിക്കും. വളറ്റൈൽ അൺഎക്സ്പെക്റ്റഡ് വളറ്റൈൽ ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് എല്ലാവരും ട്രേഡ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യണം. കാരണം സാധാരണ ഉണ്ടാവുന്ന പോലെ ഒരു മൂവ്മെന്റ് കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. എസ്പെഷ്യലി യു എസ് ബാങ്ക് ഹോളിഡേ ആണെങ്കിൽ, ബാങ്ക് ഹോളിഡേസ് ആണെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. മൂവ്മെന്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബ്രിട്ടനും അങ്ങനെ തന്നെയാണ്. അപ്പൊ രണ്ട് സെക്ഷനിലും മൂവ്മെന്റ് വളരെ കുറവായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ന്യൂസിന്റെ പ്രത്യേകത. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് ഇന്ന് എൻട്രി എടുക്കാനുള്ള സാധ്യത എവിടെയെന്നുള്ളതൊന്ന് നോക്കാം. ഇപ്പൊ നിൽക്കുന്ന വൺ ഡേ ടൈം ഫ്രെയിം തന്നെയാണ്. നമ്മളതിനെ ഒന്നുകൂടി ചെറിയൊരു ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ചെറിയ ടൈം ഫ്രെയിമിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ഇംബാലൻസ് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ തന്നെ ഇപ്പൊ നിൽക്കുന്ന മാർക്കറ്റ് ഒരു ഇംബാലൻസിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഫില്ല് ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു ചെറിയൊരു ഭാഗം ബാക്കിയുണ്ട്. അതിന് തൊട്ട് താഴെ സപ്പോർട്ടും ഉണ്ട്. അപ്പോ ചിലപ്പോൾ ഒന്ന് മുകളിലോട്ട് കയറിപ്പോയി ഒന്നും കൂടി താഴോട്ട് ഇറങ്ങി എന്ന് വെച്ചാൽ ഈ ഇംബാലൻസിനെ ബാക്കിയുള്ള ഇംബാലൻസിനെ എടുത്ത് ബാക്കിയുള്ള ഇംബാലൻസിനെ എടുത്ത് ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ മിക്കവാറും ഇന്ന് ബാങ്ക് ഹോളിഡേസ് ഒക്കെ ആയതുകൊണ്ട് ഒരു കാര്യമായ മൂവ്മെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരു വലിയ മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു കൺസോളേഷൻ ലെവലിലായിരിക്കും ഇന്ന് മിക്കവാറും നടക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് എൻട്രി ഉണ്ടോ എന്നൊന്ന് നോക്കാം. എൻട്രി പോയിന്റ് എവിടേക്കാണെന്നൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ ലൈവ് മാർക്കറ്റിൽ നമുക്ക് തീരുമാനിക്കാം. ഫോർവേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഫോർവേഴ്സിൽ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണാം, ഇവിടെയുള്ള ഒരു ഇംബാലൻസിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. എന്നാൽ സ്ട്രോങ് റിജക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാനായിട്ടില്ല. സ്ട്രോങ് റിജക്ഷൻ ആണെങ്കിൽ അടുത്തൊരു ക്യാൻഡിലും കൂടി, അല്ലെങ്കിൽ ഈ ക്യാൻഡിലും കൂടി ഒരു ബെയറിഷ് ക്യാൻഡിലായിരിക്കും ആയി മാറണം. അപ്പൊ നിൽക്കുന്ന അതിനു മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു ചെറിയ ഫോർവേഡിലും ചെറിയൊരു റെസിസ്റ്റന്റ് കാണുന്നുണ്ട്. ആ റെസിസ്റ്റന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ മാർക്കറ്റ് ഏറെക്കുറെ അതിന്റെ അടുത്തോട്ട് എത്തുന്നുണ്ട്. അതിനു മുന്നേ ഒരു കാര്യം ചെയ്യാം. അവിടെ ഒരു 400 സപ്പോർട്ട് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് സപ്പോർട്ട് മാർക്ക് ചെയ്യാം. മാർക്കറ്റ് ഏറെക്കുറെ അതിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എൻട്രി പോയിന്റ് കിട്ടുന്നു നമുക്ക് നോക്കാം. അവിടെ എവിടെയെങ്കിലും എൻട്രി പോയിന്റ് ഉണ്ടോ എന്ന് നോക്കാം. 1 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. 1 അവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇവിടെ ഒരു ഈവനിങ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റാർ ക്രിയേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ താഴെ ക്ലോസ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി താഴോട്ടേക്കുള്ള ഒരു ഒരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ 1 അവർ ബേസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 അവറിനെ ബേസ് ചെയ്തിട്ടാണ് എൻട്രി എടുക്കുന്നതെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഈ ഒരു ലെവലിൽ വന്നിട്ട് ഇതിന്റെ തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട്
നേരത്തതിന്റെ താഴെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ ഒരു സപ്പോർട്ട് വരെ നമുക്ക് വെക്കാം. ഒരു 30 പിപ്സ് വരെ വെക്കാം. പക്ഷേ ഇവിടേക്ക് വെക്കേണ്ട, സപ്പോർട്ടിന്റെ തുടക്കത്തിൽ വെച്ചാൽ മതി. 200 പിപ്സ് എന്നുള്ള രീതിയിലേക്ക് വെക്കാം. ഇതിപ്പോ സെല്ലിംഗ് ആണ്, 1 അവറിന്റെ സെല്ലിംഗ് ആണ്. നമുക്ക് ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് സെല്ലിംഗ് ആണോ ബൈങ് ആണോ കിട്ടുന്നതെന്നും കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇപ്പൊ ഇനിയിപ്പോ 50 മിനിറ്റ്സിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 50 മിനിറ്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറൊരു കാര്യം ഇവിടെ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം പലവട്ടം ഇവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ എൻട്രി നേരത്തെ പറഞ്ഞ 1 അവർ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് എടുത്താൽ മതി. അപ്പോൾ 15 മിനിറ്റ്സിൽ ഇപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽ എൻട്രി ആണ് കാണുന്നത്. ഇത് തെറ്റാനും സാധ്യത വളരെ കൂടുതലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം വലിയ കൺസോൾട്ടേഷൻ നടക്കുന്ന ഏരിയയിലേക്കാണ് മാർക്കറ്റ് ഇറങ്ങി വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഒരുപക്ഷെ ഇവിടെ തന്നെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ സെൽ എൻട്രി അല്ലാതെ നമുക്ക് ഇതിന്റെ ബൈ എൻട്രിയുടെ സാധ്യത കൂടി പരിശോധിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംബാലൻസ് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് അടുത്ത സപ്പോർട്ട് ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഇവിടെ നിന്ന് വേറെ സപ്പോർട്ട് ഏരിയയുടെ അടുത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബൈ എൻട്രിയുടെയും സാധ്യത കാണുന്നുണ്ട്. കാരണം മാർക്കറ്റ് പതുക്കെ പതുക്കെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ബൈ എൻട്രി എന്ന് എക്സ്പെക്ട് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ലൊരു ക്യാൻഡിൽ മുകളിലോട്ട് കിട്ടുകയാണ്. നല്ലൊരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ബൈ ക്യാൻഡിലോ റിജക്ഷൻ ക്യാൻഡിലോ പിൻബാർ ക്യാൻഡിലോ മറ്റോ മുകളിലോട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ എൻട്രി എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ താഴത്തോട്ടും മുകളിലോട്ടും ആയതുകൊണ്ട് നമുക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകാൻ വളരെ സാധ്യതയാണ്. കാരണം ഒരേ ഏരിയയിൽ നിന്നാണ് താഴത്തേക്കും മുകളിലോട്ടേക്കും വരുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയാണ്. അപ്പൊ ലൈവ് മാർക്കറ്റിൽ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ഇതിനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ വരെ, മാക്സിമം ഈ ഏരിയ വരെ ആണ് നമുക്ക് ബൈ എൻട്രി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം നല്ലൊരു ഫോൾ വന്ന ഒരു ഏരിയ കൂടിയാണ്. ഇവിടെ നിന്ന് നല്ലൊരു ഡിമാൻഡ് സോൺ സപ്ലൈ സോൺ ഉണ്ട്. ഇവിടെ നിന്നൊരു സപ്ലൈ സോൺ ഉണ്ട്. ആ സപ്ലൈ സോണിലേക്കുള്ള ഒരു കംബാക്ക് ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പൊ എല്ലാവരും നോക്കി കണ്ടും ട്രേഡ് ചെയ്യുക. കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ട്രേഡ് ചെയ്യുക. ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് ഫ്രീ ആയി പഠിക്കാനും ലൈവ് സിഗ്നൽ കിട്ടാനും ഇതുപോലെ അനാലിസിസും മറ്റു കാര്യങ്ങളും സ്വയം ചെയ്ത് പഠിക്കാനും നമ്മുടെ ട്രേഡ് റൂട്ട് ചാനലിന്റെ ഭാഗമാകാനും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക.